നീല ടാർപ്പായ്ക്കടിയിൽ വെള്ളയിൽ പൊതിഞ്ഞ തൻ്റെ ശരീരം കണ്ടവൾ നേർമയായി ഒന്ന് പുഞ്ചിരിച്ചു. കട്ടിലിൽ കിടത്തിയ തൻ്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മയെയും സഹോദരിയെയും ഒന്ന് നോക്കിക്കൊണ്ടവൾ ദീർഘമായെന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ചുറ്റിലും നോക്കി. ചുറ്റിലും ഒരുപാട് പേരുണ്ട്. കണ്ടാൽ പോലും തന്നെ ഒന്ന് നോക്കുകയോ ചിരിക്കുകയോ ചെയ്യാത്ത പലരും ഇന്ന് തന്നെ നോക്കി കണ്ണു തുടയ്ക്കുന്നത് കണ്ട് പുച്ഛത്തോടെ ചുറ്റും നോക്കി. അതിലൊന്നും താൻ ഉദ്ദേശിച്ച ആളില്ലെന്ന് കണ്ടവൾ പതിയെ മുന്നോട്ട് നടന്നു. അല്ല, ഒഴുകി നീങ്ങി എന്ന് പറയുന്നതാവും ശരി. എല്ലാവരിൽ നിന്നും മാറി ഒരു ഫൈബർ കസേരയിൽ എല്ലാം തകർന്നതുപോലെ മരവിച്ചിരിക്കുന്ന അച്ഛനെ കണ്ടവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. എങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുമലിൽ പതിയെ കൈവച്ചു. കുഞ്ഞിലേ മുതൽ കടകളിലും ഉത്സവപ്പറമ്പുകളിലും കൊണ്ടുപോകുമ്പോൾ സുരക്ഷിതമായി ചേർത്ത് നിർത്തിയ ആ തഴമ്പിച്ച കൈകളിൽ എന്നും താൻ സുരക്ഷിതയായിരുന്നു. പക്ഷേ ആ സുരക്ഷിതത്വം അനുഭവിച്ച് അധികകാലം ജീവിക്കാൻ തനിക്ക് ഭാഗ്യമില്ലാതെയായിപ്പോയി. ഡീ അനഘേ! പെട്ടെന്നുള്ള അലർച്ച കേട്ടവൾ ഞെട്ടലോടെ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. താൻ ഇപ്പോഴും തൻ്റെ റൂമിൽ തന്നെയാണെന്നും തനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്നും കണ്ടവൾ ആശ്വാസത്തോടെ വിയർപ്പ് പൊടിഞ്ഞ മുഖം അമർത്തി തുടച്ചു. അമ്മാ! അവിടെ കിടന്ന് അലറി വിളിക്കാതെ പോയി പല്ല് തേച്ച് വല്ലതും കഴിച്ചിട്ട് സ്കൂളിൽ പോകാൻ നോക്കുവച്ചേ. ഞാനിന്ന് പോണില്ല അമ്മ, ഭയങ്കര വയറുവേദന. ഹാ കാണും, ഇന്ന് നിനക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് ടീച്ചർ ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇനി മോള് വല്ലാത്ത വയറുവേദന ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കണ്ടവൾ അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് ഡ്രസ്സുമായി പുറത്തെ കുളിമുറിയിലേക്ക് നടന്നു. തണുത്ത വെള്ളം ദേഹത്ത് വീണതും എരിവ് വലിച്ചുകൊണ്ട് ദേഹത്തെ ആകമാനം ഒന്ന് നോക്കി. തുടയിലും ഇടുപ്പിലും മാറിലുമുള്ള ചുവന്ന പാടുകളും നഖത്തിൻ്റെ പാടുകളും കണ്ടവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. സ്കൂൾ യൂണിഫോം ധരിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വന്ന അവളെ കണ്ട അമ്മ ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ ചായയും ദോശയും സാമ്പാറും ടേബിളിൽ എടുത്തു വെച്ചു. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ചായ കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലീവ് എടുക്കുന്ന മുതലാണ് എന്ന് പിറുപിറുത്തുകൊണ്ടവർ അവളെ രൂക്ഷമായെന്ന് നോക്കി. അമ്മ, ഞാനിന്ന് പോണില്ല അമ്മ. ദേ അനു, നിന്ന് താളം ചവിട്ടാതെ കഴിച്ചിട്ട് സ്കൂളിൽ പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ. കഴിഞ്ഞ ഒരു 3 മാസം വരെ എന്തൊരു ഉത്സാഹമായിരുന്നു നിനക്ക് സ്കൂളിൽ പോകാൻ. നന്നായി പഠിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നിന്നെ പോലെ സ്കൂളിൽ പോകാൻ മടിയുള്ള ഒരെണ്ണത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ സൈക്കിൾ വാങ്ങി തരാത്തതിൻ്റെ ദേഷ്യമാണ് നീ കാണിക്കുന്നതെങ്കിൽ നീ ഇത് കാണിച്ചു കൊണ്ടിരിക്കുകയേ ഉള്ളൂ, അല്ലാതെ ആരും വാങ്ങിച്ചു തരാൻ പോകുന്നില്ല. അടുക്കളയിലെ പാത്രങ്ങളോട് പദം പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്ന അമ്മയെ കണ്ടവൾ തല കുനിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴും അതിലേക്ക് ഇറ്റു വീണുകൊണ്ടിരുന്ന കണ്ണുനീരോട് കൂടെ തന്നെ അവൾ കഴിച്ചെഴുന്നേറ്റു. അകലെ നിന്ന് വരുന്ന ബസ് കണ്ടതും അവൾ 2 കൈയും കൊണ്ടും യൂണിഫോമിൽ മുറുകെ പിടിച്ചു. ബസ് അരികിൽ നിർത്തിയതും തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടക്ടർ അവളെ പിന്നിലേക്ക് പറഞ്ഞു വിട്ടു. മടിച്ചു നിന്നവളെ കണ്ട് അയാൾ അവൾക്കൊപ്പം അവിടെ ഉണ്ടായിരുന്ന 3 കുട്ടികളോടുകൂടെ അവൾക്കൊപ്പം പിറകിൽ കയറാൻ പറഞ്ഞു വിട്ടു. യാതൊരു മടിയും കൂടാതെ പരസ്പരം തമാശകൾ പറഞ്ഞ് ഉത്സാഹത്തോടെ നടന്നു പോകുന്നവരെ കണ്ടവൾ മടിച്ച് അവർക്ക് പിറകെ നടന്നു. അപ്പോഴും കണ്ണുകൾ വല്ലാത്തൊരു ഭയത്തോടെ നിറയുന്നുണ്ടായിരുന്നു. സ്കൂളിന് മുന്നിൽ അവൾ ഇറങ്ങിയതും കണ്ടക്ടർ ഒരു വഷള ചിരിയോടെ അവളെ നോക്കി ചുണ്ടുകടിച്ചു. അത് കണ്ടവൾ നിസ്സഹായതയോടെ ചുറ്റും നോക്കി. എന്നാൽ ആരും അവളെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ എല്ലാവരും അവരവരുടെ മാത്രം ലോകത്തായിരുന്നു. ഡ്രസ്സിൽ തെരുപിടിച്ച് നിന്നുകൊണ്ടിരുന്ന അവളെ ഒരു കൈ ചേർത്ത് പിടിച്ചതും ഞെട്ടലോടെ ഭയത്തോടെയും അവൾ ആ കൈകൾ തട്ടിയെറിഞ്ഞു. എന്തുപറ്റി? എന്താ മോളെ അനു? വേവലാതിയോടെയുള്ള ചോദ്യം കേട്ടതും അവൾ ആ നെഞ്ചിലേക്ക് ചേർന്നു. തന്നെ കെട്ടിപ്പിടിച്ച് ഏങ്ങിക്കരയുന്ന അനഘയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗായത്രി ടീച്ചർ അവളുടെ തലയിൽ പതിയെ തലോടി. കരച്ചിൽ ഒന്നടങ്ങിയതും അവർ അവളുമായി അല്പം അകലെയുള്ള വാഗമര ചുവട്ടിലേക്ക് നടന്നു. കയ്യിലുള്ള ബാഗ് മരച്ചുവട്ടിൽ വെച്ച ശേഷം അവർ അവളുടെ ബാഗും അവരുടെ ബാഗിനടുത്തായി വാങ്ങിവെച്ചു. ഇനി പറ, എന്തുപറ്റി മോളെ? കുറച്ച് ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. എന്തുപറ്റി? നീ എന്താ എപ്പോഴും ക്ലാസ്സിൽ തന്നെ അടച്ചിരിക്കുന്നത്? മോള് ക്ലാസ്സിലെ ടോപ്പറല്ലായിരുന്നോ? ഇപ്പോൾ എന്തുപറ്റി? ഇയാളാണല്ലോ ക്ലാസ്സിലെ ലാസ്റ്റ്. എന്തുപറ്റി? ഇപ്പോൾ ഒന്നും പഠിക്കാതെ എപ്പോഴും ഇങ്ങനെ ഏതോ ലോകത്തിലെന്നതുപോലെ. അത് പിന്നെ ടീച്ചർ, എനിക്കൊട്ടും പഠിക്കാൻ പറ്റുന്നില്ല. എന്തുപറ്റി? വീട്ടിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ?
അവളുടെ തലയിളക്കലിൽ നിന്നും കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായ പോലെ ടീച്ചർ അവളെ ആകമാനം ഒന്ന് നോക്കി. അവളുടെ മാറിടത്തിന് മുകളിലെ ഷർട്ട് ചുളുങ്ങിയിരിക്കുന്നതും ആരുടെയോ കയ്യിൽ നിന്നതുപോലെ നേർത്ത രീതിയിലുള്ള അഴുക്ക് അവിടെയാകെ പറ്റിയിരിക്കുന്നതും ഇൻസൈഡ് ചെയ്ത ഷർട്ട് സ്കേർട്ടിൽ നിന്നും മാറിയിരിക്കുന്നതും കണ്ടവർ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഈ കാര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നവർ ആ കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. മറ്റാരോടും പറയില്ല എന്നുള്ള ഉറപ്പിൽ അവർ പ്രിൻസിപ്പാളിനോട് മാത്രം കാര്യം പറഞ്ഞ ശേഷം അന്ന് ലീവ് എഴുതി കൊടുത്ത ശേഷം അനുവിനെയും കൂട്ടി സ്കൂളിന് വെളിയിലേക്ക് നടന്നു. അവളുമായി അവർ എത്തിയത് നഗരത്തിലെ ഏറ്റവും നല്ല ഗൈനക്കോളജിസ്റ്റിൽ ഒരാളും തൻ്റെ സുഹൃത്തുമായ ഡോക്ടർ ഫാസിലിൻ്റെ മുന്നിലേക്കായിരുന്നു. അവളെ ചെക്ക് ചെയ്ത അദ്ദേഹം അവളെയും ഗായത്രിയെയും കൂട്ടി നേരെ ചെന്നത് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ജോയലിനരികിലേക്കായിരുന്നു. അനഘ, കേൾക്കുന്നുണ്ടോ അനഘ? പാതി ഉറക്കത്തിൽ എന്നതുപോലെ അവൾ പതിയെ മൂളി. മോൾക്ക് ഓർമ്മയുണ്ടോ 3 മാസങ്ങൾക്ക് മുന്നേ സ്കൂളിൽ നടന്ന നാടക മത്സരം? അതിലാരായിരുന്നു ബെസ്റ്റ് ആക്ട്രസ്? ഞാൻ. നേർത്ത പുഞ്ചിരിയോടെ പറയുന്നവളെ കണ്ടവർ പരസ്പരം നോക്കി. വീട്ടിലെ കാര്യം അറിഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? അവർക്ക് നല്ല സന്തോഷം തോന്നി. അച്ഛനെനിക്ക് ബിരിയാണി കൊണ്ടു തന്നു. ശബ്ദം ഉയർന്നും പൊങ്ങിയും തളർച്ചയോടെ അവൾ പറഞ്ഞു. വീട്ടിലെല്ലാവർക്കും മോളെ ഒത്തിരി ഇഷ്ടമാണോ? അച്ഛനും അമ്മയ്ക്കും ഞാൻ ജീവന. മോളുടെ ഫ്രണ്ട്സ് മോളെ ഉപദ്രവിക്കാറുണ്ടോ? ഇല്ല. മോൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? മോളെ ആരെങ്കിലും ഉപദ്രവിക്കാറുണ്ടോ? അസ്വസ്ഥതയോടെ തല ഇരുവശത്തേക്കും ഉരുട്ടുന്നവളെ കണ്ട് 3 പേരും പരസ്പരം നോക്കി. പെട്ടെന്ന് തന്നെ ഡോക്ടർ അവളുടെ മുടിയിൽ പതിയെ തലോടി. അവൾ ഒന്ന് ശാന്തമായെന്ന് കണ്ടതും ഡോക്ടർ പതിയെ അവളെ തട്ടി എഴുന്നേൽപ്പിച്ചു. കണ്ണു തുറന്നവൾ മുന്നിൽ നിൽക്കുന്ന ടീച്ചറെ കണ്ടതും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവർക്കരികിലേക്ക് ഓടിച്ചെന്നു. നേർത്ത രീതിയിൽ വിറയ്ക്കുന്ന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടവർ അവിടെ ഇട്ടിരുന്ന ബെഡിലേക്ക് കയറിയിരുന്നു. അനഘ, മോൾ ആരെയാ പേടിക്കുന്നത്? സ്നേഹത്തോടെയുള്ള ഗായത്രിയുടെ ചോദ്യം കേട്ടതും അവൾ ഭയത്തോടെ ചുറ്റും നോക്കി. മോള് പേടിക്കണ്ട, ഞങ്ങൾ 2 പേരും മോളുടെ ഏട്ടന്മാരാണെന്ന് കരുതിയാൽ മതി. എന്താണെങ്കിലും പേടിക്കാതെ മോള് പറഞ്ഞു. അല്പസമയത്തെ പരിശ്രമത്തിനൊടുവിൽ ഡോക്ടർ ജോയലിനെയും ഡോക്ടർ ഫാസിലിനെയും അവൾ വിശ്വസിച്ചു തുടങ്ങി. സ്കൂളിലെ പ്രോഗ്രാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ ഒരു ദിവസം, അന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഒത്തിരി വൈകിയാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചത്. ഞങ്ങളുടെ ക്ലാസ്സുകാർക്ക് മാത്രമേ അന്ന് വൈകുന്നേരം ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള ബസ്സിൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല തിരക്കുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ നിന്നിടത്ത് നിന്ന് ഒത്തിരി പിന്നിലേക്ക് നീങ്ങിപ്പോയി. അവസാനം ഒരുപാട് ആൺപിള്ളേർക്ക് നടുവിൽ ഞാൻ പെട്ടുപോയി. ടിക്കറ്റ് എടുക്കാൻ വന്ന കണ്ടക്ടർ വീണ്ടും വീണ്ടും എന്നെ അവർക്ക് നടുവിലേക്ക് വീണ്ടും മാറ്റി നിർത്തി. അവസാനം മുന്നിൽ നിൽക്കുന്നവർക്ക് എന്നെ കാണാൻ പോലും കഴിയാത്ത അവസ്ഥയായി. പേടിയുണ്ടായിരുന്നെങ്കിലും ഞാൻ മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു. എന്നാൽ ആ കണ്ടക്ടർ അവിടെ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും എന്നെ സമ്മതിച്ചില്ല. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ചേട്ടൻ എന്നെ... ബാക്കി പറയാൻ കഴിയാതെ ശ്വാസം കിട്ടാതെ പിടയുന്ന അനുവിനെ ഇഞ്ചക്ഷൻ നൽകിയതും അവൾ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവളെ അവിടെ ബെഡിൽ കിടത്തിയ ശേഷം ബാക്കി 2 പേരെയും നോക്കി ശേഷം ഫോണെടുത്ത് പുറത്തേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞതും ഏതാണ്ട് ജോയലിനെ പോലെയുള്ള ഒരാൾ അവിടേക്ക് വന്നു. എന്താടാ ജോ, നീ എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ഗായത്രി, നീ ഇവിടെ ഉണ്ടോ? ഡാ ജോജോ, ഒരു പ്രശ്നമുണ്ട്. അറിയാലോ നീ വിളിച്ചാലേ പ്രശ്നമായിരിക്കുമെന്ന്. ഡാ, നീ വിചാരിക്കുന്നത് പോലെയല്ല, നീ വന്നേ. ഇത് അനഘ, ഗായുവിൻ്റെ സ്റ്റുഡൻ്റാണ്. കുറച്ച് ദിവസമായി ഇവൾ ഈ കുട്ടിയെ നിരീക്ഷിക്കുകയായിരുന്നു. അതിന് മാത്രം ഈ കുട്ടിക്ക് എന്താ പ്രശ്നം? കുറച്ച് പേര് ചേർന്ന് കുറച്ച് മാസങ്ങളായി ഈ കുട്ടിയെ ഫിസിക്കലി... പറയാൻ വന്നത് പകുതിക്ക് നിർത്തിക്കൊണ്ടവൻ ജോജോയെ നോക്കി. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയ അവൻ ശ്രദ്ധയോടെ അവർ പറയുന്നത് കേട്ടിരുന്നു. അവൾ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ നിന്നെ കാണുമ്പോൾ പേടിക്കും. അതുകൊണ്ടാണ് യൂണിഫോമിൽ വരണ്ട എന്ന് പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. ഫസി, ബാക്കി നീ പറ. കുട്ടിയുടെ രഹസ്യഭാഗങ്ങളിൽ നഖം കൊണ്ട് കീറിയ പാടുകളും അതുമൂലം ഉണ്ടായ ഇൻഫെക്ഷനുണ്ട്. അതുപോലെ ഉൾവശത്തും നഖം കൊണ്ട് മുറിഞ്ഞിട്ടുണ്ട്. നെഞ്ചിലും തുടയിലും ഒക്കെയായി രക്തം കല്ലിച്ച് കൈൻ്റെ പാടങ്ങനെ കിടപ്പുണ്ട്. ഉറപ്പായും ആ കുട്ടിക്ക് ഈ സമയം ബാത്റൂമിൽ പോലും പോകാൻ പറ്റുന്നുണ്ടാവില്ല. അത്രമാത്രം ഇൻഫെക്ഷനുണ്ട്. ഡാ, അപ്പോൾ പീരീഡ്സ്? തൽക്കാലം മെഡിസിൻസ് കൊടുക്കാം. കാരണം പീരീഡ്സ് ആയാൽ ഇൻഫെക്ഷൻ കൂടും.
ഗായത്രിയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടവൻ പറഞ്ഞു. ജോജോ, നീ ഈ കുട്ടിയുടെ വീട്ടിൽ ഇതൊന്ന് അറിയിക്കണം. അനഘയുടെ ഞരങ്ങൾ കേട്ട ജോ പെട്ടെന്ന് അവൾക്കരികിലേക്ക് നീങ്ങി നിന്നു. കണ്ണു തുറന്നവൾ അരികിൽ നിൽക്കുന്ന ജോജോയെ കണ്ട് സംശയത്തോടെ ജോയെ നോക്കി. നോക്കണ്ട, എൻ്റെ ബ്രദറാണ് ജോജോ. ഏട്ടനും ഡോക്ടറാണോ? അതേലോ. മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മോൾ എത്രല്ല പഠിക്കുന്നത്? 9. ആഹാ, ചേട്ടനൊരു കാര്യം ചോദിച്ചോട്ടെ? മോളെ ഉപദ്രവിക്കുന്നവരെ കണ്ടാൽ മോൾക്ക് തിരിച്ചറിയാമോ? അവളുടെ സമ്മതം കിട്ടിയതും അവൻ പതിയെ ചോദിച്ചു. ഏട്ടന് അവരെ ഒന്ന് കാണിച്ചു തരാവോ? ഇനി മേലിൽ മോളെ അവർ ഉപദ്രവിക്കില്ല കേട്ടോ. ഇന്ന് വൈകിട്ട് നമുക്ക് പോയി അവർക്ക് വേണ്ടത് കൊടുത്തിട്ട് വരാം. അത് കേട്ടതും അവളുടെ കണ്ണുകൾ പ്രതീക്ഷയോടെ ഒന്ന് വിടർന്നു. സ്കൂൾ കുട്ടിയെ ബസ്സിൽ വെച്ച് ഉപദ്രവിച്ച 5 സംഘത്തെയും കൂട്ടുനിന്ന ബസ് ജീവനക്കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പത്രത്തിലെ ഫ്രണ്ട് പേജിലെ വാർത്ത കണ്ടവൾ ഹോസ്പിറ്റലിലെ ബെഡിലിരുന്നു കൊണ്ട് തനിക്ക് ആപ്പിൾ മുറിച്ചുകൊണ്ടിരിക്കുന്ന ജോജോയെ നോക്കി. അത് കണ്ടവൻ അവളെ കണ്ണടച്ചു കാണിച്ചു. ബസ് ജീവനക്കാരെല്ലാം ഇങ്ങനെയാണെന്നല്ല പറഞ്ഞത് കേട്ടോ. ഇതിനെ കഥയായി മാത്രം കാണുക. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.